ഹായ് ഹലോ 12th മാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ദാസേട്ടൻ അങ്ങനെ കേരളം വിട്ടിരിക്കുകയാണ്. മുംബൈ സിറ്റി എഫ്സിയിലേക്കാണ് പോയിരിക്കുന്നത്. ഒരു ലോൺ അടിസ്ഥാനത്തിലാണ് പോയിരിക്കുന്നത്. എന്തായാലും അവർക്കൊരു റൈറ്റ് ബാക്കിന് ആവശ്യമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ദാസേട്ടൻ പോയിരിക്കുകയാണ്. ലോൺ അടിസ്ഥാനത്തിലാണ് എന്തായാലും പോയിരിക്കുന്നത്. ഈ കോൺട്രാക്ട് റിന്യൂവൽ ചെയ്ത് കഴിഞ്ഞ് ദാസേട്ടൻ അവിടെ തന്നെ തുടരുമോ എന്നൊക്കെ നമുക്കെല്ലാം കണ്ടു തന്നെ അറിയാം. അതേപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ റൈറ്റ് ബാക്കിനെ തിരയുന്നുണ്ടെന്നും പറയണു. ദാസേട്ടനെ കൊടുത്തിട്ട് എന്തുകൊണ്ടാണ് വേറൊരു പ്ലെയറിനെ തിരയണമെന്നുള്ളൊരു ഇത് മനസ്സിലായില്ല. മാനേജ്മെൻറ്റ് എന്ത് രീതിയിലാണ് ഇത് കാണുന്നതെന്ന് മനസ്സിലായില്ല. അതേപോലെ തന്നെ നരേന്ദ്ര ഗെഹ്ലോട്ടിനെ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കാൻ, അതായത് ഇപ്പോഴത്തെ റൂമർ പ്രകാരം റൈറ്റ് ബാക്ക് ആയ നരേന്ദ്ര ഗെഹ്ലോട്ടിനെ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. അതേപോലെ തന്നെ നരേന്ദ്ര ഗെഹ്ലോട്ട് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, മഞ്ഞ ഷർട്ടൊക്കെ ഇട്ടിട്ട് ഗോഡ്സ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണ് എന്നുള്ളൊരു കൺഫർമേഷൻ അല്ലെങ്കിൽ ഒരു ക്ലൂ കൊടുത്താണോ എന്ന് എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഈസ് ഓപ്പൺ റൈറ്റ് നൗ. പല മാറ്റങ്ങളും നടക്കാനുള്ള ചാൻസ് കാണുന്നുണ്ട്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിലേക്ക് നല്ല പ്ലേയേഴ്സ് വരട്ടെ, നല്ലൊരു കോച്ച് വരട്ടെ. അതേപോലെ തന്നെ റൂമേഴ്സ് ഉണ്ട്, ഇപ്പോൾ ഉള്ള പോലെ തന്നെ ആയിരിക്കും ഈ ഒരു സീസൺ മൊത്തം. അടുത്ത സീസൺ നല്ലൊരു എഫക്റ്റീവ് കോച്ചിനെ, അതായത് നല്ലൊരു ബെസ്റ്റ് കോച്ചിനെ കൊണ്ടുവരാൻ വേണ്ടിയാണ് മാനേജ്മെൻറ്റ് ശ്രമിക്കുന്നത്. ടൈം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ട്. എങ്ങനെയായാലും ഈ ഒരു #പ്രൊട്ടസ്റ്റ് എന്തായാലും കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നല്ലൊരു കോച്ച് വരട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ഡേറ്റ്സ് നമ്മൾ ആദ്യം കമ്മ്യൂണിറ്റി ടാബിലാവും ഇടുണ്ടാവുക, പിന്നെയാണ് വീഡിയോ ആയിട്ട് ഇങ്ങനെ ചെയ്യുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.